ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2021 പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്, അതായത് ബികോം BBAയുടെ കോമൺ കോഴ്സാണിത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോർഷനിൽ നമ്പർ 1, വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? എന്തിനാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസാക്ഷണൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെർച്വൽ ക്ലാസ് റൂം? നാലാമത്തത്, വാട്ട് ഡു യു മീൻ ബൈ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വെബിനാർ? വാട്ട് ഈസ് എ വെബിനാർ? ആറാമത്തെ ക്വസ്റ്റ്യനിൽ ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 4 പോപ്പുലർ കൊമേഴ്സ് വെബ്സൈറ്റ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും 4 കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്? വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഗൂഗിൾ സ്കോളർ? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ സൈബർ വാൻഡലിസം? 11ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IT Act 2000. 12th ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ സോഫ്റ്റ് സ്കിൽസ്? 13ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് എ വെർച്വൽ അസിസ്റ്റൻറ്റ്? 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് വീഡിയോ മാർക്കറ്റിംഗ്? 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈക്രോ ലേണിംഗ്? ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ബിയിലേക്ക് പോകുമ്പം 16ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് B2C ബിസിനസ് മോഡൽ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ചലഞ്ചസ് ഓഫ് B2C മോഡൽ? 17ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺഡ് വിത്ത് IT ഇൻ എ സൊസൈറ്റി? ആൻഡ് 18ാമത്തെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഔട്ട് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓർ ഓൺലൈൻ കോഴ്സസ് ആൻഡ് MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. അതും ഫോർമൽ ആയിട്ടുള്ള കോഴ്സും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. What are the dimensions of data quality standards? What are the benefits of quality data? 20ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് PPC മാർക്കറ്റിംഗ് ആഡ്, പേ പെർ ക്ലിക്ക് മാർക്കറ്റിംഗ് ആഡ്സ്. വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്? 21ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോസ് ഇൻ ലേണിംഗിൽ വീഡിയോസ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ? ലിസ്റ്റ് ഔട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 23ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബുക്സ്, ഇലക്ട്രോണിക് ബുക്സ്? ഇത്രയാണ് സെക്ഷൻ ബിയിലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ സിയിലേക്ക് പോകുമ്പം 4 ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാകും. 24ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ പാർട്ടായിട്ട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിക്കുന്നുണ്ട്. ഓൾസോ എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ എന്തിനാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്? അതിൽ എക്സ്പ്ലെയിൻ ദ മേജർ കാറ്റഗറീസ്, സൈബർ ക്രൈമിൻ്റെ മേജർ കാറ്റഗറീസ് ഏതൊക്കെയാണ്? ആൻഡ് ഹൗ സച്ച് ക്രൈംസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഓർ അവോയ്ഡഡ്? എങ്ങനെയാണ് ഈ സൈബർ ക്രൈംസിനെ നമുക്ക് തടയാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ സാധ്യമാവുന്നത്? 26ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്? വാട്ട് ആർ ഇറ്റ്സ് കോമ്പോണൻസ്? എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താണ് ഡാറ്റ അനലിറ്റിക്സും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കോമ്പോണൻസും. 27ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൗ ഓൺലൈൻ ലേണിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്ലാസ് റൂം ലേണിംഗ്? ക്ലാസ് റൂം ലേണിങ്ങും ഓൺലൈൻ ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലേണിംഗ്? ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 2 എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2021 PBSനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റേഷനൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ്
അതേപോലെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നോക്കിയ സമയത്ത് തന്നെ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് പോയിന്റുകൾ കൂടി ഒന്ന് നോക്കിയിട്ടാണ് പോകേണ്ടത് പരീക്ഷയ്ക്ക്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഏത് വീഡിയോസാണ് നിങ്ങൾ ആദ്യമായി കാണുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ വീഡിയോസ് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. തേർഡ് സെമ്മിൽ 2-3 സബ്ജക്റ്റുകൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് എന്തായാലും ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്